സർ, നമ്മൾ ഇൻട്രോയിൽ പറയണ്ടായി യാതൊരുവിധ പലിശയോ അല്ലെങ്കിൽ ലോണോ എടുക്കാണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഇത്രയും ക്യാഷ് ഫ്ലോ ആവശ്യമുള്ള ഒരു ഏരിയയാണ് ശരിക്കും റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഇനീഷ്യൽ ടൈമിൽ നിങ്ങളുടെ ഫണ്ടൊക്കെ മാനേജ് ചെയ്തത്? എവിടെ നിന്നാണ് നിങ്ങൾ ഫണ്ട് സോഴ്സ് ചെയ്തത്? അതുപോലെ ആ സമയത്ത് ഒരു ലാൻഡ് അക്വിസിഷൻ അങ്ങനെ ഒരുപാട് പാർട്സ് ഉണ്ടാവും. അവിടെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്തത്? പ്ലസ് ഇത് മുന്നേ തീരുമാനിച്ച് ഉറപ്പിച്ചതായിരുന്നു ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക, പുറത്തുനിന്ന് ഒരു ഫണ്ടോ കാര്യങ്ങളോ സ്വീകരിക്കാതെ നമ്മൾ ചെയ്യുന്നുള്ളത്? ശരിക്കും ഈ ലോൺ എടുക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ എന്ത് പ്രൊഡക്റ്റ് ആയാലും ശരി, നമ്മളൊരു ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ കൂട്ടി നമ്മൾ രണ്ടുപേരുടെ പാർട്ട്ണർഷിപ്പിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണ്. ഈ 2 പേർക്കും ഒരു പ്രോഫിറ്റ് മാർജിൻ വേണം. 2 ഫാമിലിയിലേക്ക് 2 പ്രോഫിറ്റ് മാർജിൻ വേണം. ഇനി നമ്മൾ രണ്ടുപേരോട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു ബിസിനസ് റൺ ചെയ്തു, പ്ലസ് നമ്മളൊരു ലോണും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഇൻട്രസ്റ്റും പേ ചെയ്യണം. അപ്പോൾ 2 പേരും പ്രോഫിറ്റ് മാർജിൻ ഷെയർ ചെയ്യുന്നു, പ്ലസ് നമ്മൾ ഇൻട്രസ്റ്റും കൂടെ പേ ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ് റൺ ചെയ്തു പോകും. പക്ഷേ നമ്മുടെ ഒരു സൈഡിൽ ഡെറ്റ് കൂടിക്കൊണ്ടേയിരിക്കും, മാർജിൻ കുറയും. കസ്റ്റമറുടെ മെയിൻ പോയിന്റ് എന്താ? കസ്റ്റമർക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ലൊക്കേഷനിലുള്ള പ്രൊജക്റ്റ് വേണം. എപ്പോഴും ഒരാളെ മാത്രമല്ല, ഇപ്പോൾ ഒരു എൻക്വയറി നവേരയിലേക്ക് വന്നു, നവേരയിൽ നിന്ന് മാത്രമായിരിക്കില്ല അവരൊരു എൻക്വയറി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ കൊട്ടേഷൻസ് വാങ്ങുന്നത്. അവർ മറ്റ് പല സ്ഥലങ്ങളിലേക്കും കോൾ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ സ്പെസിഫിക്കേഷൻസ് ക്രോസ് ചെക്ക് ചെയ്യും, നമ്മുടെ സ്പെസിഫിക്കേഷൻ ക്രോസ് ചെക്ക് ചെയ്യും, ലൊക്കേഷൻ ക്രോസ് ചെക്ക് ചെയ്യും. ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫൈനൽ വരുന്നൊരു പോയിന്റ് ഉണ്ട്, പ്രൈസ്. അപ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ ഞങ്ങൾ കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പലിശരഹിതമായിട്ടുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി റേറ്റ് ഒരു സർട്ടൺ പോയിന്റ്, ഒരു 10 to 15% നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും.